സോ ഞാൻ ഈ മിനി സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ട്. എന്താണത് ശരിക്കും? നമ്മളത് ശരിക്കും സീരിയസ് ആക്കി എടുക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? മിനി സ്ട്രോക്ക് നമ്മുടെ ഭാഷയിൽ അത് ട്രാൻസിയന്റ് ഇഷീമിക് അറ്റാക്ക് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ഒരു ബലക്കുറവോ അല്ലെങ്കിൽ കണ്ണിലെ മറവോ പോലെ വന്നിട്ട് അത് ശരിയായി കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇതിനെയാണ് നമ്മൾ ഈ പറയുന്ന മിനി സ്ട്രോക്ക്. മിനി സ്ട്രോക്ക് ശ്രദ്ധിക്കേണ്ടതാണോ? തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഇത് വലിയൊരു അപകടം, അതായത് സ്ട്രോക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് ദൈവം തരുന്ന ഒരു സൂചന, ഇങ്ങനെയാണ് ഞാൻ പേഷ്യൻ്റെ അടുത്ത് പറയാറ്, അതാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു കെറോട്ടിഡ് സ്റ്റീനോസിസ് അടവ് കാരണം രക്തക്കൊഴലിലെ രക്തപ്രവാഹം കുറയുന്നു. ഈ സമയത്ത് പെട്ടെന്ന് തന്നെ രക്തോട്ടം കുറയുന്നത് കാരണം ആ ഭാഗത്തോട്ടുള്ള ചലനം നശിക്കുകയും അത് പിന്നെ ശരിയായി വരികയും ചെയ്യുമ്പോഴാണ് ആ രോഗി പൂർണ്ണമായും റെഡിയാവുന്നത്. ഈ ഒരു പ്രക്രിയയാണ് നമ്മൾ ട്രാൻസിയന്റ് ഇഷീമിക് അറ്റാക്ക് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ നമ്മൾ ആശുപത്രിയിൽ പോയി ഇതിനെന്താണ് ചികിത്സ എന്നുള്ളത് ന്യൂറോളജിസ്റ്റിനെ കണ്ട് തേടേണ്ടതാണ്. അവർ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളുണ്ട്. CB ഡോപ്ലർ, കെറോട്ടിഡ് ഡോപ്ലർ, ഇനി വേണ്ടി വന്നാൽ CT ആൻജിയോഗ്രാഫി. ഇതൊക്കെ ചെയ്തിട്ടാണ് രോഗം വലിയൊരു സ്ട്രോക്കിലോട്ട് പോയി രോഗി കടന്നു പോകാതിരുന്നതിന് മുന്നേ രോഗിയെ രക്ഷിക്കാൻ സാധിക്കും.